الحمد لله أكمل لنا الدين وأتم علينا النعمة ورضي لنا الإسلام دينا. أحمده سبحانه وأشكره وأتوب إليه وأستغفره، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله ذو الأدب الجم والخلق الرفيع، صلى الله عليه وسلم وبارك عليه وعلى آله وصحبه والتابعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أيها الإخوة المؤمنون، اتقوا الله تعالى حق التقوى. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജഗന്നിയന്താവായ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി പാലിക്കണമെന്നും ആ വിഷയത്തിൽ തഖ്വ മുറുകെ പിടിക്കണമെന്നും എന്നോട് നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ മുന്നറിയിപ്പുകളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് യഥാർത്ഥ പരലോക വിശ്വാസി. പരലോക ചിന്തയുടെ അടയാളം അതാണ്. തോന്നിയതുപോലെ ജീവിക്കാതെ, താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അമല് ചെയ്ത് മുമ്പോട്ട് പോവുക എന്നതാണ്. ഈമാനായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. ആ ഈമാനിന്റെ പിന്നാലെ സൽക്കർമ്മങ്ങളുടെ അകമ്പടിയും ഉണ്ടാകണം. അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക എന്നതാണ് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ജനങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ആർക്ക് ചെയ്യുന്ന നന്മകളും തിരിച്ചു വരാതിരിക്കുകയാണ്. അള്ളാഹു നമ്മളുടെ സൽപ്രവർത്തനങ്ങളെയൊക്കെ കടമായിട്ടാണ് സ്വീകരിക്കുക. കടം വാങ്ങിയത് തിരിച്ചു കിട്ടാനുള്ളതാണല്ലോ. നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയുടെ അടയാളമാണിത്. അള്ളാഹു ഏറ്റവും നല്ല നിലക്ക് മനുഷ്യനോട് ഇടപെടുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യൻ നൽകിയതിനൊക്കെയും അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു തരും. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ കർമ്മം ഏറ്റവും നല്ല സ്വഭാവമാണ്. സ്വഭാവത്തെക്കുറിച്ച് പറയാറുള്ളത് സ്വഭാവം ഏറ്റവും നല്ലൊരു പാഥേയമാണെന്നാണ്, ഏറ്റവും നല്ലൊരു വഴിച്ചെലവാണ്. പക്ഷെ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഇതൊന്നും മനസ്സിലാക്കാതെ കർമ്മങ്ങളിൽ അശ്രദ്ധരായിക്കൊണ്ട്, ചീത്ത സ്വഭാവം നയിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവാണ്. നമ്മളുടെയൊക്കെ മുന്നിലൂടെ മയ്യത്തുകൾ കടന്നു പോകുന്നുണ്ട്. മരണം ഒരു മുന്നറിയിപ്പായിട്ട് സദാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് എന്നാ പറയാം. പക്ഷെ അപ്പോഴും എല്ലാവരും അശ്രദ്ധയിലാണ്. എന്റെ സമയമായിട്ടില്ല എന്ന രീതിയിലാണ് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടയാളാണല്ലോ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. നല്ലൊരു സുഹൃത്തിന്റെ സ്റ്റാറ്റസ് കണ്ടു. അയാൾ വീടുണ്ടാക്കിയതാണ്. ഹദീഖ എന്നതിന് പേരിട്ടിട്ടുണ്ട്. പേരെന്തോ ആയിക്കോട്ടെ, ഞാനിങ്ങനെ ആലോചിച്ചതല്ല. കാരണം ഈ ഹദീഖ എന്നുള്ളത് സ്വർഗത്തിന്റെ പര്യായമായിട്ട് ഖുർആൻ പറഞ്ഞൊരു പേരാണ്. ആ കെട്ടിടം കണ്ടപ്പോ ഇറക്കുന്ന സ്വർഗം പോലെ ഉണ്ട് താനും. താമസിക്കാൻ ഉതകാത്ത വീടുകളെന്നാണ് ഇത്തരം വീടുകളെ കുറിച്ച് കാലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറയല്ല കേട്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന അവിടുത്തെ ബഹുനില മാളികകൾ, വലിയ അന്നത്തെ ആഡംബരത്തിലുണ്ടാക്കിയ വീടുകൾ നമ്മുടെ ഓർമ്മയിലുണ്ടാവുമല്ലോ. ഒരു 4 തലമുറയ്ക്ക് പാർക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അന്ന് വലുത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. നമ്മളിന്ന് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് പാർക്കാനുള്ള ഒരു കൊച്ചു ഭവനം എന്നുള്ളതല്ല നമ്മളുടെ സ്വപ്നം. നാട്ടിൽ ഏറ്റവും വലിയ വീടുണ്ടാക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ചെറുപ്പകാലത്ത്, നമ്മള് ചെറിയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ആ ഭവനങ്ങളൊക്കെ ഇന്ന് ജീർണാവസ്ഥയിലാണ്. അവരവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കൊക്കെ ആയി താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീട് അത് ആൾപ്പാർപ്പില്ലാതെ പ്രേത ഭവനങ്ങളായി അങ്ങനെ കിടക്കുകയാണ്. കാരണം ഓരോ കാലഘട്ടത്തിലെയും ആളുകളുടെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണല്ലോ. നമ്മളുണ്ടാക്കി വിടുന്ന മക്കൾക്കൊന്നും വേണ്ട, അവർ പുതിയ വീടുകാരുണ്ടാക്കും. അവരുടെ ഫാഷൻ അപ്പോഴത്തേക്ക് മാറിയിരിക്കും. പിന്നെ എന്തിനാണ് ഇത്ര വലിയ രമ്യഹർമ്മ്യങ്ങൾ മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്നത്? അതാ പറഞ്ഞ, ജീവിക്കാൻ ഉതകാത്ത വീടുകൾ മനുഷ്യൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൺമുന്നിലൂടെ മയ്യത്ത് കട്ടിലേറി മയ്യത്തുകൾ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോഴും തിന്നി തീർക്കാൻ പറ്റാത്തത്ര വിഭവങ്ങളാണ് നമ്മളൊക്കെ നമ്മളുടെ വീടുകളിൽ ശേഖരിച്ചു വെക്കുന്നത്. ഒരു നേരം ഉണ്ടാക്കുന്ന ഭക്ഷണം, കുപ്പത്തൊട്ടിയിൽ തള്ളുന്ന ഭക്ഷണത്തിന്റെ അളവ് നോക്കിയാൽ മതി. തിന്നാനാവുന്നതിലേറെ ഉണ്ടാക്കുകയാണ്, അതിലേറെ വാങ്ങുകയാണ്. ഇസ്രാഫിനെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും അടുത്തിടയ്ക്ക് ഒരു പ്രഭാഷണം കേട്ടു. അദ്ദേഹം വളരെ കാര്യമായി പറഞ്ഞൊരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാല്, ഉപയോഗിക്കുന്നതിൽ മാത്രമല്ല ഇസ്രാഫ് എന്ന, ഉൽപാദനത്തിൽ ഇസ്രാഫ് ഉണ്ടത്രേ. ശരിയാണല്ലോ. ആവശ്യത്തിലേറെ ഉണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ ആവശ്യത്തിലേറെ വാങ്ങേണ്ടി വരുന്നത്. ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ ഉറ്റു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടെക്നോളജിയുടെ കാലത്തൊക്കെ ജീവിക്കുന്ന നമ്മളിങ്ങനെ 2G കഴിഞ്ഞു, 3G കഴിഞ്ഞു, 4G കഴിഞ്ഞു, 5G കഴിഞ്ഞു, 5G 5.5 എത്തി നിൽക്കുന്നു രാജ്യം. അത് തുടങ്ങി. അപ്പൊ എന്റെ മൊബൈൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണ്ടേ ഇതിനൊക്കെ ഉൾക്കൊള്ളണമെങ്കിൽ? അപ്പൊ അതിന് വേണ്ട സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ പഴയതോ ആദ്യം വാങ്ങിയതോ അതിപ്പോഴും ഉപയോഗക്ഷമമാണ്. അപ്പൊ മനുഷ്യൻ ആവശ്യത്തിലേറെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ദുനിയാവ് കൊണ്ട് പരലോകം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഒരു ശരിയായ മുസ്ലിം ചിന്തിക്കേണ്ടത്. ആഖിറം ആണ് ദുനിയാവ് കൊണ്ട് നേടേണ്ടത്. ദുനിയാവ് കൊണ്ട് ആഖിറം നേടാൻ ശ്രമിക്കുന്നവനെയാണ് വിജയി എന്ന് പറയാൻ കഴിയുക. നാഥന്റെ തൃപ്തി നേടുന്നൊരു വിശ്വാസി, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ, അവനാണ് വിജയിക്കുക. ഖാറൂൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ ധനാഢ്യനായിരുന്നു. അയാളുടെ നിധി കുംഭങ്ങളുടെ ഖജനാവുകളുടെ താക്കോലിനെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അത് ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുണ്ടായിരുന്നു. ആ താക്കോൽ കൂമ്പാരങ്ങൾ എന്നാണ് ഖജനാവുകളെ കുറിച്ചിട്ട് പറഞ്ഞതാണ്. ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഉണ്ടായിരുന്നു താക്കോലുകൾ. അദ്ദേഹത്തിന്റെ സ്വർണ്ണ ശേഖരത്തെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, അത് കൂട്ടിവെച്ചിരിക്കുന്ന താക്കോല്. ജീവിതത്തിന്റെ പളവളപ്പില് നകളിച്ച് ജീവിച്ച ഖാറൂന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന വിശ്വാസികൾ പറയുന്നുണ്ട്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ, അള്ളാഹു നിനക്ക് തന്നതുകൊണ്ട് നീ ദാറുൽ ആഖിറ നേടാൻ ശ്രമിക്കുക, പരലോകം നേടാൻ ശ്രമിക്കുക. ഇഹലോകത്തല്ല തന്നത്. ഇഹലോകം എന്നുള്ളത് പരലോകത്തിന്റെ കൃഷിയിടമാണല്ലോ. ദുനിയ മസ്റഅത്തുൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ.
ഇഹലോകത്ത് നിനക്ക് ചില ഓഹരിയുണ്ട്, അത് നീ മറക്കരുത്. ലാ തൻസ നസീബക മിനദ് ദുനിയ. ഇഹലോകത്ത് നിന്റെ ഓഹരി നീ മറക്കരുത്. നിന്റെ റേഷൻ എവിടെയുണ്ട്, നീ അതേ ഉപയോഗിക്കാവൂ, അത് മറക്കരുതെന്ന്. പണയമ്പാടുള്ള കയ്യിൽ തന്നിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ അതൊക്കെ നിനക്ക് ഉപയോഗിക്കാനുള്ളതല്ല. ഖുർആന്റെ സന്ദേശം നോക്കി എത്ര വലിയ കാര്യമാണെന്ന്. വലാ തൻസ നസീബക മിനദ് ദുനിയ. എന്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് മൊത്തം എനിക്ക് ഉപയോഗിക്കാനുള്ളതല്ല എന്താ പറഞ്ഞത്. എനിക്കെത്ര തിന്നാൻ വേണ്ടു? എനിക്ക് ഉച്ചക്കത്തേക്ക് ഒരു ചോറും, ഇനി ഇത്തിരി ആഡംബരത്തിനാണെങ്കിൽ ഇത്തിരി ബീഫോ അല്ലെങ്കിൽ മീനോ, അതിന് എനിക്ക് തിന്നാൻ വേണ്ടു. ഞാൻ അതിലേറെ എന്തിനാ ഉണ്ടാക്കി വെക്കുന്നത്? ഒരു 8 GB മെമ്മറി ഉള്ളൊരു മൊബൈലും 160 ഒരു സ്റ്റോറേജ് അതിനകത്തുണ്ടെങ്കിൽ എന്റെ മൊബൈലിന്റെ ആവശ്യം കഴിഞ്ഞു. ഞാൻ എന്തിന് 16 GB സ്റ്റോറേജ് ഉള്ള മൊബൈൽ വാങ്ങാൻ നിൽക്കണം? ഞാൻ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ലല്ലോ, എനിക്കെന്തിനാണ് വലിയ ക്യാമറകള്? ഞാൻ ആലോചനയ്ക്ക് വേണ്ടി പറഞ്ഞാണ്. ഓരോരുത്തർക്കും വേണ്ടുന്ന ഓരോ അളവുണ്ട്. വലാ തൻസ നസീബക മിനദ് ദുനിയ. ഐഹിക ജീവിതത്തില് നിനക്ക് അല്ലാഹ് വെച്ചിരിക്കുന്ന ഒരു ഓഹരിയുണ്ട്, അതിനൊക്കറിയാം നിന്റെ ആവശ്യം എത്ര എന്നുള്ളത്. അതിലേറെ വലുത് നീ വാങ്ങണ്ട, അതിലേറെ വലിയ കെട്ടിടം നീ ഉണ്ടാക്കാൻ നിൽക്കണ്ട, അതിലേറെ വലിയ വാഹനം നീ വാങ്ങേണ്ടതില്ല. ഒക്കെ എണ്ണം കൂടുതലാണ്. ആവശ്യത്തിലേറെ വീടുകൾ, ആവശ്യത്തിലേറെ വാഹനങ്ങൾ, ആവശ്യത്തിലേറെ ഡിവൈസുകൾ, എല്ലാ ആവശ്യത്തിലാണ്. ആവശ്യത്തിലേറെ വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ. വലാ തൻസ നസീബക മിനദ് ദുനിയ വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക. അല്ലാഹ് നിന്നോട് കുറച്ച് അനുഗ്രഹം ചെയ്തിട്ടില്ലേ, ആ അനുഗ്രഹം അതുപോലെ നീ ജനങ്ങൾക്ക് ചെയ്യ്. വഅഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക. ആ വാക്കിന്റെ പ്രയോഗം നോക്കണം. അല്ലാഹ് നിന്നോട് ഇഹ്സാൻ ചെയ്തതുപോലെ, അല്ലാഹ് നിന്നോട് കരുണ കാണിച്ചതുപോലെ, അല്ലാഹ് നിനക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഒഴുക്കി തന്നതുപോലെ നീ ജനങ്ങൾക്ക് ഒഴുക്കുന്ന എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഈ ശേഖരങ്ങളൊക്കെ നിനക്ക് തന്നില്ലേ കാറൂനെ, അതൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണല്ലോ അള്ളാഹ് തന്നതുപോലെ കൊടുക്കാൻ കഴിയുക. സക്കാത്തിന്റെ 2.5% കുറിച്ചിട്ടല്ല പറഞ്ഞത്. 2.5% കൊടുക്കൽ അള്ളാഹ് തന്നതുപോലത്തെ കൊടുക്കലല്ല. അള്ളാഹ് തന്നതുപോലത്തെ കൊടുക്കൽ 100% കൊടുക്കലാണ്. അപ്പോഴേ അള്ളാഹ് തന്നതുപോലെ ആകുള്ളൂ. അള്ളാഹ് തന്നതുപോലെ മൊത്തം അങ്ങോട്ട് കൊടുക്കണമെന്നാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ ഫണ്ടിലേക്ക് പണം ആവശ്യപ്പെട്ടപ്പോ എന്തുണ്ട് അബൂബക്കർ ബാക്കി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാക്കി അള്ളാഹും റസൂലും വീട്ടിലുണ്ട്, എല്ലാം കൊണ്ടേ കൊടുത്തു. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്. ഭൂമിയില് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കരുത്. സമ്പത്ത് തടഞ്ഞു വെക്കൽ അതിക്രമമാണ്. സമ്പത്ത് തടഞ്ഞു വെക്കൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കലാണ്. കടല് കയറി വീട് നഷ്ടപ്പെട്ട ആളുകൾ കൂരയില്ലാതെ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നുണ്ട്. ഉരുൾപൊട്ടി ഒലിച്ചു വന്ന് സകലതും കൊണ്ടുപോയിട്ട് താമസിക്കാൻ ഇടമില്ലാതെ ഇപ്പോഴും കടത്തിണ്ണകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ചികിത്സക്ക് വഴിയില്ലാതെ മാർഗം കാണാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. പഠനം വഴിമുട്ടി നിൽക്കുക. ഇപ്പോ കേരള സർക്കാരിന്റെ പുതിയ തീരുമാനം വന്നത് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 50% വെട്ടിക്കുറച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനിപ്പോ എന്താ പ്രശ്നം, നോക്കുമ്പോ സ്കോളർഷിപ്പ് ഒന്നും വരുന്നില്ലല്ലോ. ഉണ്ട്, അതാശ്രയിച്ച് പഠനം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന കുറെ മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട്. ഈ സമ്പത്ത് തടഞ്ഞു വെക്കുന്നതിന്റെ പ്രശ്നമാണിത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഇന്നത്തെ കുഴപ്പക്കാരെയൊന്നും അള്ളാഹ്ക്ക് ഇഷ്ടമേ അല്ല. ലാ യുഹിബ്ബു, അള്ളാഹ്ക്ക് അവർ ഇഷ്ടമല്ല. നമ്മളെത്ര അള്ളാഹിനെ ഇഷ്ടപ്പെട്ടിട്ടും കാര്യമില്ല. അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാകണമെങ്കിൽ ഇഹ്സാനുള്ളവരാകണം. നമ്മുടെ കയ്യിലുള്ളത് ജനങ്ങൾക്ക് നൽകുന്നവരാകണം. കരുണ ചൊരിയുന്നവരാകണം. ഉദാരമതികളാകണം. ഈ ഉദാരതയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോ നമ്മളിപ്പോ ഒരു ഉദാരമതിയായ ഒരു അതിഥിയുടെ പ്രതിനിധി ഇപ്പൊ നമ്മുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. ശരിയായ ഒരു ഇസ്ലാമിക കലണ്ടർ അനുസരിച്ചാണെങ്കിൽ കേട്ടോ, ഷാബാൻ മാസത്തിലാണ് പറഞ്ഞിട്ട് ഷാബാനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വിശിഷ്ടമായ ഒരു ഉദാരമതിയായ ഒരു മാസത്തിന്റെ പ്രതിനിധിയാണ്. ആ പ്രതിനിധിയെ ബഹുമാനിക്കണം. അതെങ്ങനെ ബഹുമാനിക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഷാബാൻ മാസം എന്നുള്ളത് വിശുദ്ധമായ റമളാനിന്റെ ദൂതനാണ്, റമളാനിന്റെ അംബാസിഡറാണ്. അതുകൊണ്ട് റമളാനോടുള്ള നമ്മളുടെ
ഉത്തരവാദിത്തത്തിന്റെ അടയാളമാണ് റമളാനിന്റെ ദൂതനെ, റമളാനിന്റെ ദൂതിനെ, റമളാന്റെ ബന്ധുവിനെ, റമളാന്റെ സഹോദരനെ ബഹുമാനിക്കുക എന്നുള്ളത്. റമളാന്റെ അടുത്ത് നിൽക്കുകയാണല്ലോ, ശബാൻ കഴിഞ്ഞ പിന്നെ റമളാൻ വരിക. അതിന്റെ സന്ദേശമായിട്ട് അത് വന്നത് ഇതാ വരുന്നുണ്ട്. മൈക്ക് അനൗൺസ്മെന്റ് ഇങ്ങനെ പോകല്ലേ, പിന്നാലെ വരുന്നു, കടന്നു വരുന്നുണ്ട്. നമ്മളെ പ്രകടന വിവാഹത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരുന്നു എന്ന് പറയുന്നത് വരുന്നുണ്ട്. അത് ബഹുമാനിക്കണം. നമ്മുടെ കബറ് വിശാലമാകണം നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ കബറിടത്തിൽ വെളിച്ചം കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റഹ്മത്തും അവന്റെ കരുണയും റിളായും അവന്റെ തൃപ്തിയും ഒക്കെ നമ്മൾ ലക്ഷ്യമാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൽക്കർമ്മങ്ങളൊന്നും പ്രയാസമല്ല. അത് ലക്ഷ്യമാക്കാത്തത് കൊണ്ടാണ് പ്രയാസമാകുന്നത്. പ്രിയ സഹോദരന്മാരെ, ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടത്, ശഅബാൻ മാസം ബഹുമാനിക്കേണ്ട ഒരു മാസമാണ്. എന്താണ് ഈ ബഹുമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ബഹുമാനം നോമ്പ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ശഅബാനിൽ നോമ്പ് വർദ്ധിപ്പിക്കണം. എന്തിനാ ശഅബാനിൽ നോമ്പ് വർദ്ധിപ്പിക്കുന്നത്? അപ്പൊ റമളാൻ മാസമല്ലേ നോമ്പിനുള്ള മാസം, പിന്നെ ശഅബാനിൽ ഇപ്പൊ നോമ്പിനെ കുറിച്ച് പ്രത്യേകിച്ച് എന്തായാലും പരാമർശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹബീബ് തിരുമുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളം നോമ്പെടുക്കാറുണ്ടായിരുന്നു. പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല കേട്ടോ. ബുഖാരി മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സ്ഥിരം ഉണ്ടായിരുന്ന ആളാണല്ലോ, റസൂലിന്റെ വീട്ടുകാരിയാണ്. നബി അപ്പൊ ഭക്ഷണം കഴിക്കും, ഇപ്പൊ കഴിക്കില്ല എന്നൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പൊ നബി നോമ്പ് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് അറിയുക ആയിഷ റളിയല്ലാഹു തന്നെയാണ്. മഹദി പറയുന്നുണ്ട്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്ബല സിയാമ ശഹ്രിൻ ഖത്തു ഇല്ലാ റമളാന. സമ്പൂർണമായ ഒരു മാസത്തിൽ റസൂൽ നോമ്പെടുക്കുന്നത് റമളാനിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. റമളാൻ ശഅബാൻ മാസത്തെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹുവിന്റെ ഒരു മുഖവുര പറഞ്ഞു വെക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാണ് 1-ാം തീയതി മുതൽ 29, 30 വരെ അവസാനം വരെ വിടാതെ നോമ്പെടുത്തിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലാണ്. ആ ഹദീസില് ബുഖാരിന്റെ റിവായത്തിൽ കാണാം, കാന യസൂമു ശഅബാന കുല്ലഹു. നബി ശഅബാനിൽ മൊത്തം നോമ്പെടുക്കാറുണ്ടായിരുന്നു. ഇത് രണ്ട് ചേർത്ത് വായിച്ചോണം. റമളാനില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ശഅബാൻ മുഴുവൻ റസൂൽ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ എന്തായി? ശഅബാനില് ഭൂരിപക്ഷ സമയങ്ങളിൽ നബിക്ക് നോമ്പായിരുന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതന്നെ ഇമാം മുസ്ലിമിന്റെ റിവായത്ത് ചേർക്കുമ്പോഴത്തേക്കും അതിന്റെ വിശദീകരണം അതിൽ കാണാം. കാരണം യസൂമു ശഅബാന ഇല്ലാ ഖലീല, കുറച്ചൊഴിച്ച് ബാക്കിയൊക്കെ ശഅബാനിൽ നിന്ന് നോമ്പായിരുന്നു. അപ്പൊ ശഅബാനിൽ കൂടിയ സമയത്ത് നോമ്പിലായിരുന്നു അർത്ഥം. മുഴുവൻ വെക്കില്ല, പറ്റുന്ന സമയങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വർദ്ധിപ്പിക്കുന്നു. പരിശുദ്ധമായ ഈ ഒരു മാസത്തില് നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. അതിന്റെ കാരണവും പറയുന്നുണ്ട്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല ഇതേപോലെ തന്നെ നബീന്റെ വീട്ടിൽ വളർന്നയാളാണ്. ആയിഷ റളിയല്ലാഹു തആല റസൂലിന്റെ വീട്ടുകാരി എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലെ കുട്ടിയാണ് ഉസാമ. സയ്യിദ് റളിയല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വളർത്തുപുത്രനായിരുന്നല്ലോ. ആ വളർത്തുപുത്രന്റെ മകൻ ഉസാമ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ മിനശ്ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, ശഅബാനിൽ അങ്ങ് നോമ്പെടുക്കുന്നത്ര മറ്റൊരു മാസത്തിലും അങ്ങ് നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. റമളാനെ മാറ്റി നിർത്തില്ല പറയുന്നത്. റമളാൻ എല്ലാവർക്കും അറിയാമല്ലോ, റമളാൻ ഫർളാണ്. റമളാൻ പ്രത്യേകിച്ച് കാരണം ചോദിക്കേണ്ട ആവശ്യമില്ല, അത് ഫർളാണ്. ഇപ്പം 5 നേരത്തെ നിസ്കാരം ഫർള് നിസ്കാരം, അത് പ്രത്യേകിച്ച് നിസ്കരിക്കുന്നത് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ തലയിൽ അല്ലാഹ് കെട്ടിവെച്ച് തന്നതാണ്, ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ റമളാനെ കുറിച്ച് പ്രത്യേകിച്ച് ചോദ്യത്തിന്റെ ആവശ്യമില്ല. റമളാൻ അല്ലാത്ത ഫർളല്ലാത്ത ഈ ശഅബാൻ മാസത്തിൽ അങ്ങ് മറ്റൊരു മാസവും ഇത്രയും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉസാമ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ അറിയോ? 2 കാരണമാണ് നബി പറഞ്ഞത്. ദാക ശഹറുൻ യഗ്ഫുലുൻ നാസു അൻഹു. അതോ ആളുകൾ അങ്ങനെ അശ്രദ്ധമായിട്ട് തള്ളിവിടുന്ന ഒരു മാസമാണ് ശഅബാൻ. ഷാബാൻ ഇങ്ങനെ വന്നു പോകുന്ന നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഷാബാനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ, ഞാനെന്നല്ല പള്ളി മെമ്പറിൽ ചർച്ച വന്നില്ലെങ്കിൽ, നമ്മൾ ആനുകാലികങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ച് വായിക്കുന്നില്ലെങ്കിൽ, പിന്നെ നമ്മൾ കേൾക്കുന്നത് ഖാദിമാരുടെ പ്രസ്താവന പത്രത്തിൽ വരും, എവിടെയെങ്കിലും മാസപ്പിറ കണ്ടാ അറിയിക്കണേ എന്ന് പറയട്ടെ. അപ്പോഴാ റമളാൻ തലേ വന്ന് കയറിയോ എന്നലോചിക്കുക. അതുകൊണ്ടാണ് 1-ാം തീയതി ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞത്, ഷാബാന്റെ ഒന്നിൽ തന്നെ.
ആളുകൾ അശ്രദ്ധമായി തള്ളിവിടുന്ന ഒരു മാസമാണ് ബൈന റജബിൻ വ റമളാൻ. റജബിന്റെയും റമളാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമാക്കി വിടുന്ന ഒരു മാസമാണ് ഷഅബാൻ. അപ്പോഴും നമുക്ക് പ്രശ്നം വരുന്നു, റജബ് അത്ര പ്രധാനപ്പെട്ടതാണോ? റജബ് അള്ളാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണല്ലോ. യുദ്ധം നിഷിദ്ധമായ മാസങ്ങളിൽ ഒന്നാണ് റജബ്. അത് പൗരാണിക കാലത്ത്, ജാഹിലി കാലത്ത് അറബികളടക്കം ആ മാസത്തിന് പ്രത്യേകത കൽപ്പിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ റജബ് വന്നാൽ പിന്നെ അവര് അടുത്ത് റമദാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. എന്തൊക്കെ ഷാബാൻ ഇങ്ങനെ അശ്രദ്ധമായിട്ട് അങ്ങ് പോകും റജബിന്റെ റമദാന്റെ ഇടക്ക്. ഒരു കാരണം അതാണ് ഇവർ പറഞ്ഞത്. വശഹറുൻ വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഷഅബാൻ. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് നോമ്പുകാരനായിരിക്കെ എന്റെ സൽക്കർമ്മങ്ങൾ ഉയർത്തപ്പെടട്ടെ എന്നാണ്. നമ്മളൊക്കെ ഒരു കൊല്ലം ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ ഉണ്ടല്ലോ, കഴിഞ്ഞ റമദാനിന് ശേഷം മുതൽ ഈ റമദാൻ ആകുന്നവര് ചെയ്തു വെച്ച കർമ്മങ്ങളൊക്കെ അള്ളാഹു പൊക്കിയെടുക്കുന്ന ഈ മാസമാണ്. പരീക്ഷയ്ക്ക് മാർക്കിടുന്ന സമയം അർത്ഥം റമദാൻ മുതൽ ചെയ്തു വെച്ചതൊക്കെ. അപ്പൊ നോമ്പുകാരനായിരിക്കെ എന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാൻ മാസത്തിലെ നോമ്പിന്റെ കാരണമായിട്ട് പറഞ്ഞത് അല്ലെ. ഒന്ന്, ഷഅബാൻ മാസം രണ്ട് മഹത്തായ മാസങ്ങളായ റജബിനും റമളാനിന്റെയും ഇടയിൽ വന്നതുകൊണ്ട് ആളുകൾ പൊതുവെ അവഗണിച്ചു വിടുന്ന ഒരു മാസം. അപ്പൊ ഈ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ആരാധനയിൽ അശ്രദ്ധ കാണിക്കുന്ന സമയങ്ങളിൽ കർമ്മങ്ങൾ മെച്ചപ്പെടുത്താൻ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ഈ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണല്ലോ നമ്മളൊക്കെ. ആളുകൾ അശ്രദ്ധ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളൊക്കെ വേറെന്തോ ഒരു സാധനം, ഞാനിപ്പുറത്ത് വേറെ വിശിഷ്ട സാധനം എന്നല്ലല്ലോ. ആളുകൾ അശ്രദ്ധ കാണിക്കുന്നു എന്ന് അതിന്റെ അർത്ഥം യഗ്ഫുലുൻ നാസു, മനുഷ്യന്മാർ അശ്രദ്ധരാണ്. നമ്മളൊക്കെ അശ്രദ്ധയിൽ കഴിഞ്ഞു കൂടുന്ന ഒരു മാസമാണ്. അപ്പൊ അവന്റെ അശ്രദ്ധ മാറ്റി ശ്രദ്ധയിലേക്ക് വരൂന്നാണ്. അതാ നബി പറഞ്ഞത്. കാരണം അശ്രദ്ധയിൽ കഴിഞ്ഞു കൂടേണ്ട സമയമില്ല. മരണം ഏത് സമയത്തും വെളിപ്പുറത്തുണ്ടേ. നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുമ്പോഴാണോ, അശ്രദ്ധമായി ഇരിക്കുമ്പോഴാണോ, കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണോ, വെറുതെ ഇരിക്കുമ്പോഴാണോ, നിൽക്കുമ്പോഴാണോ, ഇരിക്കുമ്പോഴാണോ, ഉറങ്ങുമ്പോഴാണോ, ഉണരുമ്പോഴാണോ, ഇതൊന്നും മരണത്തിന് കാരണമല്ലല്ലോ. ആ സമയത്ത് വന്നു പോകും. അതുകൊണ്ട് അശ്രദ്ധ പാടില്ല, അശ്രദ്ധ പാടില്ല. നന്മകൾ, കർമ്മങ്ങൾ വെച്ച് മെച്ചപ്പെടുത്തണം, നന്മകൾ വണ്ണമുള്ളതാക്കണം. അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കാനും അള്ളാഹുവിനെ ആരാധിക്കാനും അവനെ സ്മരിക്കാനും ദിക്ർ ചെയ്യാനും പ്രത്യേക താല്പര്യം ഈ മാസത്തിൽ കാണിക്കണം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത് വിശ്വാസിന്റെ അടയാളമായിരിക്കണം എന്നാണ്. അപ്പൊ തിരുമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാബാനിൽ ധാരാളമായി നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസൊക്കെ നമുക്ക് പഠിപ്പിച്ചത്. രണ്ടാമത്തെ കാരണത്തിലേക്ക് പോകാനാണെങ്കിൽ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നു എന്നുള്ളതാണ്. അത് ഹദീസിൽ രണ്ടാമത് പറഞ്ഞു. അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ് ഷാബാൻ. നോമ്പുകാരനായിരിക്കെ തന്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തട്ടെ, ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നമ്മുടെ ഹബീബ് എന്നാണല്ലോ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ പ്രിയൻ എന്നാ പറയാം, നമ്മുടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ അനുകരിക്കാനുള്ള അധമ്യമായ ആഗ്രഹം നമ്മളിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ ചെയ്യാനുള്ളൊരു താല്പര്യം, നബി ജീവിച്ചതുപോലെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം. അപ്പോഴേ നമ്മൾ ഹബീബ് എന്നൊക്കെ വിളിക്കുന്നതിൽ അർത്ഥം ഉണ്ടാവുള്ളൂ. ഷാബാൻ മാസത്തിലേക്ക്, ഈ ഷാബാൻ മാസം വരുന്ന റമദാനിന്റെ മുന്നോടിയായിട്ട് ഇതൊരു പരിശീലനമായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാകും. ഇതൊക്കെ മാറ്റി, ഈ ഹദീസിൽ പറഞ്ഞ രണ്ട് കാരണം മാറ്റി വെച്ചാൽ തന്നെ ഇതൊരു പരിശീലനമാണ്, ഒരു പ്രാക്ടീസ്. ഓട്ട മത്സരത്തിന് പോകുന്ന ഒരാൾ ഓടാൻ പോകുന്നതിന് മുമ്പ് അല്ലെ, കലാകായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾ അവരെത്ര നിപുണരാണ് ആ വിഷയത്തിലെങ്കിലും ഒന്ന് നേരത്തെ ഒന്ന് ഓടി നോക്കാറില്ലേ? പ്രാക്ടീസ് സമയത്തിന് മുന്നേ ചെയ്യും. സമയത്തിന് മുന്നേ ഒന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് വീട്ടിൽ ഒന്ന് പെർഫോം ചെയ്യും അല്ലെ, എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പൊ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ പ്രസിദ്ധനായ ഒരു ഗായകനെ കുറിച്ച് കിട്ടും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖനായ ഒരു ഗായകനാണ്. അയാൾ ആ പേരൊന്നും ഞാൻ പറയണില്ല, പൊതുവായത്. ഓരോ സ്റ്റേജ് ഷോ വരുമ്പോൾ വിദ്യം പറയുന്നു, ഓരോ സ്റ്റേജ് ഷോയ്ക്ക് മുമ്പാകെ 10-15 തവണ ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് പാടും, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. പക്ഷെ ആളുകളുടെ മുമ്പിൽ പാടുന്നതിന് മുമ്പായിട്ട് നിരന്തര പ്രാക്ടീസ് എടുക്കാറുണ്ടായിരുന്നു. ആ പ്രമുഖനായ ഗായകനെ ഇങ്ങനെ വായിച്ചതും കേട്ടതും ഓർക്കുന്നു.
നമ്മളൊക്കെ കുറെ കാലമായിട്ട് നോമ്പ് വയ്ക്കലേ, ഇനിയിപ്പോ എന്ത് പരിശീലിക്കാനാ? റമദാൻ വരും, കാലത്ത് മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരിക്കണം, അതിനിപ്പോ പരിശീലിക്കാൻ എന്തിരിക്കുന്നു അല്ലേ? പരിശീലിക്കാനുണ്ട്. റമദാൻ വ്രതാനുഷ്ഠാനത്തിലേക്ക് ഒരു വിശ്വാസി കടക്കേണ്ടത് ബുദ്ധിമുട്ടിയും പ്രയാസപ്പെട്ടും അല്ല. തലനോമ്പ് 3 വലിയ പ്രയാസമാണെന്ന് ആൾക്കാർ പറയാറില്ലേ? എന്താ പ്രയാസം? ആദ്യത്തെ നോമ്പ് വയ്ക്കുന്നോണ്ടാ. ഒരു വർഷം കഴിഞ്ഞ് പിന്നെ അടുത്ത് നമ്മൾ വയ്ക്കുന്ന റമദാനാണല്ലോ, ഒന്നിലാണല്ലോ. ബുദ്ധിമുട്ട് വരും. അങ്ങനെ ബുദ്ധിമുട്ടി കിടക്കേണ്ടതല്ല. അതുകൊണ്ട് ആ 1-ാം ദിനം മുതൽ എന്ത് ചെയ്യും? ഉറക്കം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ പള്ളികളിലൊക്കെ ഇങ്ങനെ കാണാം, ഇങ്ങനെ മരങ്ങൾ വെട്ടിയിട്ട പോലെ നിരന്ന് കിടക്കുന്നു. എന്താ? ക്ഷീണായിപ്പോയി. പരിശീലനമില്ലാത്ത, ഞാനത് കുറ്റപ്പെടുത്തിയല്ല കേട്ടോ. ക്ഷീണിക്കുമ്പോൾ കിടന്നോളി. ഇനിയിപ്പോ അത് വിചാരിച്ചിട്ട് കിടക്കാതിരിക്കണ്ടായിരുന്നു. 1-ാം വരുമ്പോഴത്തേക്ക് പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ്. നിരന്തരമായി പറഞ്ഞതുപോലെ ഷാബാനിൽ തന്നെ നോമ്പെടുത്ത് നമുക്ക് പരിചയിച്ചിട്ടുണ്ടെങ്കിൽ റമദാൻ അവസാനം ആകുമ്പോഴത്തേക്ക്, അവസാനമാകുമ്പോൾ ക്ഷീണമില്ല, ആദ്യം ക്ഷീണമുള്ളൂ. റമദാൻ അവസാനം ക്ഷീണമില്ല, ആദ്യമേ ക്ഷീണമുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ക്ഷീണമില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ എമ്പാടും ചെയ്തു കൂട്ടേണ്ട ഒരു മാസമാണ് റമദാൻ. അത് ഉറങ്ങി തീർക്കാനുള്ളതല്ല. ഉറങ്ങുന്നതോടെ സമയം പിന്നെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും നമ്മളിൽ നിന്ന് പോകുന്നത് അല്ലേ? ചുമരിൽ ഒരു കടികാരം തൻ സൂചിയിളക്കി കൊണ്ടു പറഞ്ഞു, മനുഷ്യ നിൻ ജീവിതചക്രം ആണിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാ പാനൂരെഴുതിയ പാട്ടാണ്. സൂചി ഇങ്ങനെ പോകുമ്പോ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റമദാൻ വരുമ്പോഴത്തേക്കും സജീവമായി കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു താല്പര്യം, ഒരു ശ്രമം നമ്മളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അത് സമ്പൂർണമായി അത് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരണം. അതിന് പരിശീലനം എന്ന വണ്ണം ഷാബാ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ റമദാൻ വരുന്നതിന് മുന്നേ തന്നെ ഒരുങ്ങി തയ്യാറായിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശീലനത്തിലുള്ള ഒരു അവസരമാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കി കൂടുതൽ പരിശീലിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം പിൻപറ്റിക്കൊണ്ട് കൂടുതൽ നോമ്പ് നൂറ്റ് നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുകാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാനികളായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസി, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ജീവിതത്തിലുടനീളം നാഥനായ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കുക. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, ഈ മാസത്തെ ബഹുമാനിക്കേണ്ടുന്നതിന്റെ 1-ാമത്തെ കാര്യമാണ് നോമ്പ് വർദ്ധിപ്പിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ ബഹുമാനത്തിന്റെ 2-ാമത്തെ സംഗതിയാണ് പാപങ്ങളിൽ നിന്നും ദുഷ്കൃത്യങ്ങളിൽ നിന്നും നമ്മളെ ശുദ്ധീകരിക്കുക എന്നത്. എല്ലാ തിന്മകളിൽ നിന്നും വൈകൃതങ്ങളിൽ നിന്നും നമ്മുടെ ഭവനങ്ങളെ ശുദ്ധീകരിക്കുക. നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മുടെ വീടുകളെ ശുദ്ധീകരിക്കണം. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ? നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മളുടെ വീടുകളെ ശുദ്ധീകരിക്കണം. നമ്മളെ ശുദ്ധീകരിക്കേണ്ടത് പശ്ചാത്താപത്തിലൂടെയാണ്. നമ്മുടെ ഭവനങ്ങളെ ശുദ്ധീകരിക്കണം. വീടിന്റെ മാഹൗല് മാറ്റണം എന്നർത്ഥം. വീടിന്റെ പരിസ്ഥിതി നമ്മളൊന്ന് മാറ്റണം. അവിടെ ഒരു ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ടിവിയൊക്കെ തുറന്നിട്ട് എന്ത് ചവറും കാണുക എന്ന ആ ഒരു നിലപാട് മാറ്റണം. അതിങ്ങനെ 10-11 മാസം കൊണ്ട് നമ്മളിലേക്ക് അറിയാതെ വന്നു ചേർന്നതാണ്. റമദാനിൽ നമ്മൾ പുലർത്തുന്ന ഒരു സൂക്ഷ്മതയുണ്ടല്ലോ. അതിങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കൈമോശം വന്ന് പിന്നെ എന്തുവാകാം ഏതുവാകാം. നമ്മൾ ഇന്റർനെറ്റ് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടില്ലേ? നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എന്തെങ്കിലും കുഴപ്പമില്ലാത്തൊരു സാധനം കൊടുക്കാം. പിന്നെ അതിന്റെ റിലേറ്റഡ് ആയ സാധനങ്ങൾ ഇങ്ങനെ കയറി വരും. അപ്പൊ ഈ റിലേറ്റഡ് ആയ സാധനത്തിൽ ഒന്നും ടച്ച് ചെയ്യുന്നത് പിന്നെ അതിന്റെ റിലേറ്റഡാ വരിക. അവസാനം വന്ന് തനി വൃത്തികേട് കയറി വരും. നെറ്റ് സർഫിങ്ങിന്റെ ഒരു രീതിയാണ് അല്ലെ? അറിയാവുന്ന സംഗതിയാണ്. ഇതേപോലെ ആദ്യം ഒരു നല്ല നന്മയിലൂടെ നമ്മളിങ്ങനെ കടന്നുപോയി, പിന്നെ അത് ഇത്തിരി കുറച്ച് ഒരു ചെറിയ തിന്മയിലേക്ക് കടന്ന്, പിന്നെ അതിന്റെ റിലേറ്റഡ് ആയ വലിയ തിന്മകൾ വന്നു. ആ വലിയ നന്മകൾ നഷ്ടപ്പെട്ട് തിന്മയിലേക്കായി മനുഷ്യൻ അങ്ങനെ അടുത്തടുത്ത് പോകും. അത് മനസ്സിലാക്കണം, തിരിച്ചറിഞ്ഞിട്ട് അതൊക്കെ പൂട്ടണം, അതൊക്കെ ഒഴിവാക്കണം, ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരിക്കൽ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ തുടങ്ങണം. മാനസാന്തരപ്പെടണം, പശ്ചാത്തപിക്കണം.
അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യണം. തൗബ ചെയ്ത് അള്ളാഹു നമ്മളുമായിട്ടൊരു അനുരഞ്ജന കരാറിലെത്തണം. പടച്ചവനോട്, റബ്ബേ ഞാൻ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഞാൻ വിട്ടു. ഇപ്പൊ നിനക്ക് എന്നോട് പ്രിയമാണോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനിതെല്ലാം വിടുകയാണ്. ഞാൻ എന്റെ തെറ്റൊക്കെ നിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നു. ഇനി നീ എന്നെ ഇഷ്ടപ്പെടണം അള്ളാഹുവിന്റെ അനുരഞ്ജന കരാറിലെത്തണം. ശേഷിക്കും നമ്മുടെ ജീവിതത്തിന്റെ പുസ്തകത്തിൽ ഒരു പുതിയ ശുദ്ധമായ പേജ് തുടങ്ങണം. അത് അല്ലാഹ് സ്വീകരിക്കട്ടെ. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നബിയെ പറയുക, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ എന്റെ അടിയാറുകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കരുണയെ തൊട്ട് നിങ്ങൾ പ്രതീക്ഷ മുറിഞ്ഞവരാകരുത്. അല്ലാഹു എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവനാണ്. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഥന്റെ തൃപ്തിയിൽ പ്രതീക്ഷ അർപ്പിച്ച് മുമ്പോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, ധാരാളം പാപങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട്. എങ്കിലും നിന്റെ കാരുണ്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷയുള്ളവരാണ്. എത്ര കൊടും പാപികളാണെങ്കിലും പാപം പുറത്തു തരുന്ന വിഷയത്തിൽ ലവലേശം മടിയില്ലാത്തവനാണല്ലോ നീ. യജമാനന്റെ അടുക്കിലേക്ക് ആട്ടിൻകുട്ടി തിരിച്ചു വരുമ്പോൾ യജമാനുണ്ടാകുന്ന സന്തോഷത്തെക്കാൾ ഏറെയാണ് ഒരു ദാസൻ പശ്ചാത്തപിക്കുമ്പോൾ നിനക്കുണ്ടാകുന്ന സന്തോഷമെന്ന് നിന്റെ റസൂലിന്റെ മൊഴി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണമെന്നാണ്. എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞ് വരുന്ന വിശുദ്ധ രാവുകളെ, പകലുകളെ നിന്റെ തൃപ്തിയിൽ ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു നിലക്ക് കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹു. ഇനിയും ഒരു മാസമുണ്ട്, ഞങ്ങൾക്കതിലേക്ക് ആയുസ് നീട്ടിത്തരണമേ അല്ലാഹു. ആഫിയത്താക്കി തരണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. الصلاة.